എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വാസ്തവത്തിൽ അങ്ങ് 3 മണി വരെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്നാലും എനിക്ക് സന്തോഷമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ പ്രായോഗികമായിട്ടുള്ളൊരു പ്രശ്നം അതും പറയാം. യൂത്ത് മീറ്റിംഗ് ആയിട്ട് നമ്മൾ വെക്കുന്നുവെങ്കിലും ഇവിടെ ആരുമുണ്ട്? ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ മുമ്പേ ഫിലിപ്പ് ബ്രദർ പറഞ്ഞ വാക്കുകളുടെ ഇടയിലുള്ള പാഷൻ ഞാനത് മനസ്സിലാക്കുന്നു. ഞാനും പലപ്പോഴും ഐ എം ഫ്രസ്ട്രേറ്റഡ്. കാരണം 1 hour somebody is speaking God's word. What is the takeaway എന്ന് ചോദിച്ചാൽ absolutely nothing. Or maybe takeaway is God will lift you further. ഇതാണ് പൊതുവേ ഉള്ളൊരു നറേറ്റീവ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, യൂത്ത് മീറ്റിംഗ് ആണെങ്കിലും അഡൾട്ട്സ് ഇവിടെ ഇരിക്കുന്നത് പ്രശ്നമില്ല, നമുക്കെല്ലാം ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രതികരണം രണ്ടുപേരുടെയും രണ്ടാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മാറാൻ ഇച്ചിരി പാടാം. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നല്ല ആശയമായിരുന്നു, ഫാസ്റ്ററിൻ്റെ നല്ല കേട്ടിട്ടില്ല ഇതുവരെ, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ പിള്ളേർ ചിലപ്പോൾ സമർപ്പിക്കാം, അവർ തിരിച്ച് ലൈഫ് ട്രാൻസ്ഫോംഡ് ആയിട്ട് പോകാം. അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ട് പ്രൊമോട്ട് അതിനുള്ള സാധ്യത ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇച്ചിരി പ്രയാസമാണ്. എല്ലാവരും LKG തന്നെയാണ്, പക്ഷേ ഏജ് ഗ്രൂപ്പ് വ്യത്യാസമാണ് LKG ഇരിക്കുന്നവർ. അപ്പോൾ അവിടെ അതായത് പ്രയാസം. അപ്പം ആ ഒരു കാര്യം, അതും ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ മെച്യൂരിറ്റിയോട് പക്വതയോടെ എടുക്കുമെന്ന് ഞാൻ കരുതട്ടെ. ഐ ആം ഹാപ്പി ദാറ്റ് ഓൾ ഓഫ് യു ആർ ഹിയർ. Let's all learn together and let us be like child to submit our lives. ഇതല്ലേ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണം. മുതിർന്നവരോടാണ് പറഞ്ഞത്, 50 വയസ്സും 60 വയസ്സും ഉള്ളവരോടാണ് പറഞ്ഞത്. ശിശുക്കൾ പെട്ടെന്ന് പ്രതികരിക്കും, അവർക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അവർ പറയും. അതുപോലെ ഡിസിഷൻസ് എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ കുറിവാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ലോകം മുഴുവൻ, ഇപ്പം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രസ്ഥാനങ്ങളാകട്ടെ, പെൻഡക്കോസ്റ്റൽ മൂവ്മെൻ്റ് ആകട്ടെ, ഇറ്റ്സ് ത്രൈവിങ് ആൻഡ് ഗ്രോയിങ്. ചർച്ച് ഓഫ് ഗോഡ്, ഞാൻ റീസെൻ്റ്ലി അവരുടെ ഒരു നാക്കോ കോൺഫറൻസിൽ പങ്കെടുത്തു. I happened to speak to some of their leaders. Church is growing. All around the world, Pentecostal churches are growing. Numbers are growing high. ദൈവം അനേകരെ സ്പർശിക്കുന്നു, അനേകർക്ക് വിടുതൽ കിട്ടുന്നു. ദൈവവചനത്തിലേക്ക് പാപം വിട്ട് ഇരുട്ട് വിട്ട് ആൾക്കാർ വരുന്നു. പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഒരു പ്രശ്നമുള്ളത് മലയാളി പെന്റിക്കോസ്റ്റൽ ചർച്ചസിൽ വളർച്ചയല്ല കാണുന്നത്, ഷ്രിങ്കിങ്. അതിൻ്റെ കാരണം എന്താ? ഉഗാണ്ടയിൽ വളരുന്നു, നോർത്ത് ഇന്ത്യയിൽ വളരുന്നു, ബ്രസീലിൽ വളരുന്നു, കാനഡയിലും UK ഞാൻ ഈയിടെ എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ പ്രിൻസ് വെയിൽസിൽ പോയി, ദ ചർച്ച് ഈസ് ഗ്രോയിങ്. എന്നാൽ ഒരു മലയാളി പെന്റിക്കോസ്റ്റൽ നാടിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റിലാണെങ്കിലും യൗവനക്കാർക്ക് താല്പര്യമില്ല. നമ്മുടെ ഇടയിൽ യൗവനക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവർക്ക് ചർച്ച വരാൻ താല്പര്യമില്ല. ഒരാൾ പോലും പുതുതായിട്ട് വരുന്നില്ല പല ചർച്ചസിലും. ഇതിനൊരു കാരണമുണ്ട്, കാരണമില്ലാതല്ല. ഇതിൻ്റെ പ്രധാന കാര്യം ദൈവവചനമല്ല നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് അതല്ല ഇന്നത്തെ കുറിവാക്യം. റൈസ് ആൻഡ് ഷൈനോടുള്ള ബന്ധത്തിൽ വേറൊരു ഭാഗമാണ്. പക്ഷെ ഞാനത് എൻ്റെ മുഖവിരയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ആർക്കെങ്കിലും ആ മൂന്ന് സെഷൻ, വെനസ്ഡേ ഈവനിങ്, തേഴ്സ്ഡേ ഈവനിങ്, ഫ്രൈഡേ മോർണിംഗ്, അതിൻ്റെ സംക്ഷിപ്തം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, യേശു എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക, ദാഹമുള്ളവർ വരണം എന്ന് പറയുന്നത് ബിലീവേഴ്സിനോടാണോ അൺബിലീവേഴ്സിനോടാണോ? ബിലീവേഴ്സ്. കമ്മിറ്റഡ് ആയിട്ട് കൂടാരപ്പെരുന്നാളിന് പോയി ബൈബിള് വായിക്കുന്ന പ്രാർത്ഥിക്കുന്നവരോടാണ് പറയുന്നത്, ദാഹമുണ്ടെങ്കിൽ എൻ്റെ അടുക്ക വരണം. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. അടുത്ത വാക്യത്തിൽ പറയുക, ഹി വാസ് റെഫറിങ് ടു ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്
നമ്മുടെ പല ചർച്ചസിലെയും വ്യാഖ്യാനം എന്ന് പറയുന്നത് വാട്ട് വി നീഡ് ഈസ് ഹോളി സ്പിരിറ്റ്. ജീവജല നദി ഒഴുകും, ആത്മശക്തി വേണം, വചന അല്ല വേണ്ടിയത്. ഇതാ പലരും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം തോന്നും. അക്ഷരത്തിൻ്റെ പഴക്കമല്ല, അക്ഷരം കൊല്ലുന്നു, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കല്ല. ഈ ജ്ഞാനം ഒന്നും ദൈവവചനത്തിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ആ ജ്ഞാനം ലോകജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കെന്ന് പറഞ്ഞാൽ ദൈവവചനം വിട്ട് സംസാരിക്കുന്നതാ പൗലോസ് പറയുന്നു. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്ക് അല്ല, ഞാൻ യേശുക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി നിങ്ങളുടെ നടുവിൽ വന്നു എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ വേൾഡ്, അബൌട്ട് പ്രോസ്പെരിറ്റി, അബൌട്ട് മെറ്റീരിയലിസം. നിങ്ങളെ എങ്ങനെയെല്ലാം തിരിക്കാനല്ല ഞാൻ നോക്കുന്നത്. ഐ എം സ്പീക്കിംഗ് അബൌട്ട് ക്രോസ് ആൻഡ് ക്രൈസ്റ്റ് ആൻഡ് ഇറ്റേണിറ്റി. അതാ പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ ജീവജല നദിയായ പരിശുദ്ധാത്മാവ് ഒരാളിൽ ലഭിച്ചാൽ എന്ത് നടക്കും? അതാ എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യേശു പറഞ്ഞ ഇൻവിറ്റേഷൻ, യോഹന്നാന്റെ സുവിശേഷം 7:37 മുതലുള്ള ഇൻവിറ്റേഷനിൽ ദാഹിക്കുന്നവൻ ചെന്ന് കുടിക്കുക വെള്ളം, ആത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ 7:39 എക്സ്പ്ലനേഷൻ 6:63 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു യേശു. എന്താന്ന് ചോദിച്ചാൽ ഈ ആത്മാവും ജീവനുമെന്ന് പറയുന്നത് എന്താ? വചനമാണ് ആത്മാവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകുമെന്ന് പറഞ്ഞാൽ എന്ത് ജീവൻ? വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവൻ എന്നാ പറയുന്നത്. തന്നിൽ വിശ്വസിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അവിടെ വചനമില്ലാത്തതല്ല. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് എന്തിലോട്ടാ? യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ യോഹന്നാൻ 14, സ്പിരിറ്റ് വിൽ കം, വാട്ട് വിൽ ഹി ഡു? He will remind you of everything what I taught you. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ ആത്മാവ് നിങ്ങൾക്ക് ഓർമ്മ വരുത്തി തരും, മനസ്സിലാക്കി തരും. എമ്മോസിലേക്ക് നടന്നു പോയ ശിഷ്യന്മാര് യേശു ചേർന്നിരുന്ന് ബൈബിൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ആത്മാവ് പ്രവർത്തിക്കുന്നു. സ്പിരിറ്റും വേർഡും രണ്ടല്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രശ്നം. ആത്മാവ് വരട്ടെ, ശക്തി വരട്ടെ, വചനം പറഞ്ഞുകൊണ്ടിരുന്ന ഡ്രൈ ആവും, വചനം പറഞ്ഞുകൊണ്ടിരുന്ന ബോറിംഗ് ആവും. ഇതാണ് നെക്സ്റ്റ് ജനറേഷനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം. ആത്മാവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തുറക്കും ബൈബിൾ വായിക്കാൻ, ഇത് മനസ്സിലാക്കാൻ. നോട്ട് ആസ് എ റിലീജിയസ് ബുക്ക് ബട്ട് ആസ് എ ലൈഫ് ഗിവിംഗ് സ്ട്രീം. എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കണ്ണു തുറക്കും. കർത്താവെ, ദൈവസ്നേഹം അറിയാൻ, ദൈവത്തിൻ്റെ ഹിതം അറിയാൻ. വചനത്തിലേക്കാണ് ആത്മാവ് നടത്തുന്നത്. ആത്മാവ് വന്നിരിക്കുന്നത് വചനത്തിൽ നിന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാനല്ല. ജോൺ സ്റ്റോട്ട് എന്ന പ്രസിദ്ധനായ വേദപണ്ഡിതൻ, ദൈവശാസ്ത്രജ്ഞൻ, വളരെ ഭക്തനായ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാ: സ്പിരിറ്റ് ഈസ് നോട്ട് ലീഡിങ് us ടു ആന്റി ഇന്റലക്ച്വലിസം. മൈൻഡിന് വേണ്ട, മനസ്സൊന്നും വേണ്ട, വായിക്കണ്ട, പഠിക്കണ്ട, ആത്മാവ് കയറിയാൽ മതി. അതല്ല തിരുവചനത്തിൻ്റെ ഉപദേശം. അതുകൊണ്ടല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞത്, പെന്തക്കോസ്ത് ദിവസം ആത്മാവ് വന്നപ്പോൾ എല്ലാവരും ദിനം പ്രതി ഒരുമിച്ച് കൂടി വന്നു. ഫസ്റ്റ് കാര്യം അവരെന്തുവാ ചെയ്തത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഉപദേശം കേൾക്കണമെങ്കിൽ ശാന്തമായിട്ടിരിക്കണം, അത് നോട്ട് എഴുതി എടുക്കണം. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണം. പറയുന്ന ആത്മാവ് വേണം ദൈവത്തിൻ്റെ വചനം ജീവനായി പറയാൻ. ഇത് കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉള്ളി വേണം. ചിലപ്പോൾ അത് കൈയടിക്കത്തില്ലായിരിക്കും, കുലുങ്ങത്തില്ലായിരിക്കും, പക്ഷേ ഉള്ളം കത്തും. ഉള്ളത്തിൽ മനോഭാവങ്ങൾ മാറും. ആറ്റിറ്റ്യൂഡ്സ്, ഡിസയർ, ഗോൾസ്, പ്രയോറിറ്റീസ് വിൽ ചേഞ്ച്. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ച 3-ാം തലമുറയിലുള്ള ആളാണ്. കൊച്ചു നാള് മുതൽ അയിരൂർ ചർച്ചിൽ ഞങ്ങൾ കൂടി വരുന്ന ഞങ്ങളുടെ ലോക്കൽ ചർച്ച്. ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇപ്പം പെന്തക്കോസ്ത് ചർച്ചിൽ വരുന്നു, ആദ്യം മുതലേ അറിയാം എന്തുവാണ് ഒരു പ്രസംഗം. അതിൻ്റെ അവസാനം 5 മിനിറ്റ് കൈയടിപ്പിക്കും, അതാണ്, അല്ലെ പാട്ടിൻ്റെ അവസാനമുള്ളൊരു സ്പിരിറ്റ്. ഇതെല്ലാം വി ആർ യൂസ്ഡ്. പക്ഷെ ഒരു 17-18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് തിരുവചനം വായിക്കാൻ എൻ്റെ ഹൃദയത്തെ ദൈവം തുറന്നത്. അത്രയും നാൾ വായിച്ചില്ലേ? വായിച്ചു. കാരണം പപ്പായും മമ്മിയും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓണാവധി ആണെങ്കിലും ക്രിസ്മസ് അവധി ആണെങ്കിലും എല്ലാവരും മടലെടുത്ത് കളിക്കാൻ പോകും. പക്ഷേ ഞങ്ങൾക്ക് ഒരു ചാപ്റ്ററെങ്കിലും പഠിക്കാതെ
വെളിയിൽ ഇറങ്ങാൻ ഒക്കത്തില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം ഒരു അധ്യായം പഠിച്ചിട്ട് മോൻ പോയി കളിച്ചു. എനിക്കപ്പോൾ അപ്പുറത്ത് കേൾക്കാം, പിള്ളേർ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഗ്രൗണ്ടാണ്, പിള്ളേർ കളിക്കുക, ഞാനും എൻ്റെ സിസ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. എൻ്റെ കർത്താവ്, ഇത് എന്തോ ഒരു അവസ്ഥയാണ്. പഠിച്ചു, സുധന്മാരുടെ ആലോചന നടക്കാതെ ബൈബിളിൽ പ്രയാസങ്ങളിൽ യഹോവയുടെ ഇത് പറയണം. പപ്പായും മമ്മിയും വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ സ്തുതിപ്പീൻ, അവൻ്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ, തപ്പനോടും നൃത്തത്തോടും കൂടി അവനെ ഉച്ചതാദമുള്ള ഇത് പറയണം. എന്നാലേ 3:30 പോയി കളിക്കാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്തിനാ അപ്പോൾ പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എത്രയും വേഗം പോയി കളിക്കണം. എന്തിനാ പലരും സ്നാനപ്പെട്ടത്? ഇത് കേൾക്കാൻ വയ്യ. എപ്പോഴും വരുന്നു മോനെ, ഈ കർത്തൃമേശയുടെ എലമെന്റ്സ് മുമ്പിൽ കൂടെ പോകുമ്പോൾ മോനൊന്നും തോന്നുന്നില്ലേ? അല്ലെ ഇനി ഒന്നുകൂടെ പേടിപ്പിച്ചാൽ മതി, മോന് സ്വർഗത്തിൽ പോണ്ടേ? പലരും ജീവൻ ലഭിച്ചിട്ടല്ല ബൈബിൾ വായിക്കുന്നത്. പലരും സ്നാനപ്പെട്ടത് പോലും അതുകൊണ്ടല്ലേ. സ്നാനക്കുളത്തിൽ ഇറങ്ങുന്നവർ, അതിൻ്റെ മുമ്പ് സാക്ഷ്യം പറയുന്നവർ, എത്ര പേര് കണ്ണുനീര് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കർത്തൃമേശയോ അല്ലെങ്കിൽ സ്നാനത്തിൻ്റെയോ മുമ്പിൽ അവരുടെ നാവ് അവരുടെ കണ്ടം ഇടറും. അവരുടെ മുഖം നോക്കിയാൽ അറിയാം, there is an encounter which happened. പാപബോധത്തോടെയും ദൈവത്തിൻ്റെ നീതീകരണവും സൗജന്യമായി ലഭിച്ച രക്ഷയും ക്രിസ്തുവിനെ ധരിക്കുന്ന അവസ്ഥയും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചെന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ ദാറ്റ് വാസ് സംതിങ്. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ റിലീജിയസ് റിച്വലായിട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ബൈബിൾ പഠിക്കുന്നുണ്ട് സൺഡേ സ്കൂളിൽ. പേരൻസ് തന്നെ ചിലപ്പോഴും പറയുന്നത് ഇതാ, ഞങ്ങളെ നാണം കെടുത്തല്ലേ. പേരൻസിനെ നാണം കെടുത്താതിരിക്കാൻ അവർ മാർക്ക് വാങ്ങിക്കും. ഇപ്പം ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, ഇവരോടിപ്പോൾ പറയുന്നത്, ഇപ്പം പറയാൻ പോകുന്ന കാര്യത്തിനുള്ള പ്രിപ്പറേഷനാണ്. പ്ലീസ് ഡോണ്ട് പ്രൊഡ്യൂസ് റിലീജിയസ് ചിൽഡ്രൻ. പ്രൊഡ്യൂസ് ചിൽഡ്രൻ വിത്ത് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അത് നമുക്ക് ചെയ്യാൻ ഒക്കുമോ? നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. റിലേഷൻഷിപ്പ് നമുക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. നമുക്ക് ബൈബിളെ വാങ്ങിച്ചു കൊടുക്കാൻ ഒക്കത്തുള്ളൂ. നമുക്ക് അവരോട് പറയാം, മോനെ പഠിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ we have to earnestly pray. നമ്മൾ പറയാതെയും അവർ ബൈബിൾ വായിക്കുന്ന ഒരു ദിവസം അവർക്ക് ഉണ്ടാകട്ടെ. നമ്മൾ കാണാത്തപ്പോഴും എൻ്റെ യേശുപ്പച്ചനാണ് എനിക്ക് എല്ലാം എന്ന് പറയുന്ന ഒരു എൻകൗണ്ടർ അവർക്കുണ്ടാകട്ടെ. അത് പെന്തിക്കോസിൽ ജനിച്ച എനിക്ക് വചനത്തിലാണ് മനസ്സിലായത് യേശു കർത്താവ് എന്തിനാ വന്നത്, യേശു എന്താ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് ബികോം പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ തീരുമാനിച്ചത് എൻ്റെ ലൈഫ് ഇനി യേശുവിന് വേണ്ടിയാണ്. വചനമാണ് എന്നിൽ പ്രവർത്തിച്ചത്. അല്ലാതെ ആരെങ്കിലും പിടിച്ച് കുലുക്കുന്നതൊന്നും അവിടെ വരത്തില്ല. കുലുക്കുന്നതല്ല, അവിടെ കൊണ്ട് തീരും. വചനത്തിന്റെ ഒരു കുലുക്കം ഉള്ളിൽ ഉണ്ടായാൽ ഈ ലോകത്തിന്റെ എല്ലാവിധ മോഹങ്ങളും നമ്മളിൽ നിന്ന് പോകും. മറ്റേത് കുലുങ്ങും ചാടും, പക്ഷെ ലോകമോഹം പോത്തില്ല. ലോകമോഹത്തിന്റെയും ജഡമോഹത്തിന്റെയും സ്വാർത്ഥതയുടെയും പഴുപ്പ് നമ്മളിൽ നിന്ന് ചാടിക്കാൻ വികാരമായ കാര്യങ്ങൾക്ക് കഴിയത്തില്ല, ഭൗമികമായ കാര്യങ്ങൾക്ക് കഴിയത്തില്ല, നമ്മുടെ കൈക്രിയകൾക്ക് കഴിയത്തില്ല, പ്രാസമൊപ്പിച്ച് സ്പീഡിൽ പറഞ്ഞാൽ കഴിയത്തില്ല. ആ പഴുപ്പൊരുവനിൽ നിന്ന് പോകണമെങ്കിൽ ജീവന്റെ വചനമാളി പ്രവേശിക്കണം. അവരാ പറയുന്നത്, ഞാൻ ജീവന്റെ വചനത്താൽ വീണ്ടും ജനിച്ചു, എനിക്ക് ജീവന്റെ വചനമില്ലാതെ ഇനി ജീവിക്കാനൊക്കത്തില്ല, ഞാൻ എവിടെ പോകും ദൈവത്തെ വിട്ട്. ഐ വാണ്ട് ടു ബി ഫോക്കസിങ് മൈസെൽഫ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹെൽപ്പ് മീ ഹോളി സ്പിരിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ വേർഡ്. അങ്ങനെ ദൈവം ചിലരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പറ്റുമെന്നറിയാം, നമുക്ക് പിന്നെ വേറെ പ്രസംഗങ്ങൾ സഹിക്കാനൊക്കാതെ വരും. ഞാൻ അങ്ങനെ ഒരു ജനറേഷനെ കാണുന്നു. ദൈവം നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചു. ഹി ഈസ് ഇൻ ഹിസ് mid-30s, 34-35 വയസ്സ്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉള്ള ഒരാളാണ്. വേറൊരു രാജ്യത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം സങ്കടത്തോടാണ് എന്നെ വിളിച്ചത്. ഈ പറഞ്ഞ പോലെ 3rd or 4th ജനറേഷനാണ് അദ്ദേഹം പറഞ്ഞു, ഇതാ പാസ്റ്ററെ, ഒരു ഞായറാഴ്ചയും കൂടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി, എൻ്റെ ആത്മ മനുഷ്യൻ ഒന്നും ലഭിക്കാത്ത ഒരാഴ്ചയും കൂടെ പോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാ അദ്ദേഹം പറഞ്ഞേ. അവിടെ പ്രസംഗം നടന്നു, അവിടെ കൈയടിച്ചോ, എല്ലാം നടന്നു. പക്ഷെ വീണ്ടും ജനിച്ചവൻ ആഹാരം ഒന്നും കിട്ടിയില്ല. കാരണം വികാരതലത്തിൽ എന്തോ നടന്നു, ഇമോഷണൽ മാനിപ്പുലേഷൻ നടന്നു. ദ വേർഡ് വാസ് നോട്ട് പ്രൊക്ലെയിംഡ്.
The Spirit's work was limited to clapping. The Spirit's work was not directed to the word of God. യേശു പറഞ്ഞ ജീവജല നദി എന്ന് പറഞ്ഞാൽ ഈ വചനമാകുന്ന നദി പാനം ചെയ്യാനുള്ള ആത്മപ്രവൃത്തി. അതാണ് പെന്തക്കോസ്ത് ദിവസം. അത് കഴിഞ്ഞിട്ട് ദിനം പ്രതി അവർ കൂടി വരിക, ഉപദേശം, ഞങ്ങൾക്ക് ഉപദേശം തരണം, ഇതില്ല ഞങ്ങൾക്ക് ജീവിക്കാനൊക്കത്തില്ല. ഇത്രയും ഞാൻ മുഖവര പറഞ്ഞതാണ്, എൻ്റെ ആ ഹൃദയം നിങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. സോ ദാറ്റ് വി വിൽ നോട്ട് മിസ് ആൻഡ് ലൂസ് അവർ നെക്സ്റ്റ് ജനറേഷൻ. There is no revival outside of the word of God. If it is true revival, in the time of Ezra, in the time of book of Acts, it was always rooted in the unadulterated ministry of the word of God. അതിനാണ് ആത്മാവിനെ പകർന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ഈ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങളാണ് ഇവിടെ വായിപ്പാനായി ധ്യാനിപ്പാനായി നമ്മൾ തയ്യാറാകുന്നത്. I want one of you from the boys side to read verse 13 and one of you from the girls side you read verse 14. Is that okay? Chapter 5 of Matthew's Gospel. It's okay if you don't have a mic, it's fine. If it is there, give. Yeah. Matthew's Gospel chapter 5 verse 13. Yeah. Cut it off and throw it away. It is better for you to lose one part of your body. Matthew 5. Matthew 5 verse 13. 5 verse 13. 30. 13. 1-3. You are the salt of the earth. You are the salt of the earth. But if that salt loses its saltiness, Yeah. how can it be made salty again? Yeah. It is no longer good for anything Yes. except to be thrown out and trampled underfoot. Okay, now verse 14, one of you from the girls side, who will read? You are the light of the world. A city that is set on a hill reading. cannot be hidden. Arya, vaiche. Oh, okay. I didn't know from where the voice is coming. Great. ഈ 2 വാക്യങ്ങൾ, ഇതിനെ നമ്മളൊന്ന് ശാന്തമായി ചിന്തിക്കാൻ പോവുകയാണ്. All my brothers here, my sisters on this side, let's study this word. And all of the brothers and sisters out there also. Jesus' first sermon ever recorded in scriptures is in Matthew chapter 5, 6, 7. 3 chapters, long sermon. And this is a very popular verse. ആ പ്രസംഗത്തിലെ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. നമ്മുടെ ഇന്നത്തെ തീമാണ്. Rise and shine. 2 metaphors are പറയുന്നത്. One is you are the salt, the other one is you are the light. Salt, light. ഇതാണ് യേശുപ്പച്ചന് നമ്മളെക്കുറിച്ചുള്ള പരിപാടി. God's purpose over our lives is to make us salt of the earth and light of the world. ഈ സോൾട്ട് എന്നുള്ള മെറ്റഫർ, ഐ എം ഇൻവൈറ്റിംഗ് യു ടു കൺസിഡർ ഇറ്റ് സീരിയസ്ലി. വാട്ട് ഈസ് ജീസസ് മീനിങ്? എങ്ങനെ ഉപ്പാകാൻ ഒക്കും? എങ്ങനെ വെളിച്ചമാകാൻ ഒക്കും? അതിൽ കുറവുള്ളതൊന്നും ഒരു ഈസി ബിലീവിസം ഉണ്ടല്ലോ, ഞാൻ കൈപൊക്കിയാലും ഞാൻ സ്വർഗത്തിൽ പോവാ. ലെറ്റ്സ് പോസ് നൗ. ലെറ്റ്സ് ലുക്ക് അറ്റ് ജീസസ്. വാട്ട് ഡിഡ് ഹി സേ? ഇഫ് ഹി വാസ് ഹിയർ ടുഡേ, ഇഫ് ജീസസ് വാസ് ഫിസിക്കലി പ്രസന്റ് ഹിയർ, നമ്മുടെ CA പുത്രികാ സംഘടനകൾ തീം കൊടുത്തു, ജീസസ് പ്ലീസ് സ്പീക്ക് ഓൺ അറൈസ് ആൻഡ് ഷൈൻ. വാട്ട് ഹി വുഡ് ഹാവ് സ്പോക്കൺ സംവെയർ ഹിയർ, റൈറ്റ്? യേശുവിന്റെ ഹൃദയം പറയും, ഐ വാണ്ട് യു ഓൾ ടു ബി സോൾട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ലൈറ്റ് ഓഫ് ദ വേൾഡ്. അറൈസ് ആൻഡ് ഷൈൻ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഉപ്പാകണം നിങ്ങൾ, വെളിച്ചമാകണം. സന്തോഷമാണോ? അത് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പർപ്പസ് ഉള്ളതിൽ സന്തോഷമാണോ? കേവലം ഒരു യു ആർ എ ബിലീവർ എന്നല്ല പറയുന്നത്. യു ആർ ദ സോൾട്ട്, യു ആർ ദ ലൈറ്റ്. ഗോഡ് ഹാസ് എ പർപ്പസ്. നമ്മൾ ഗോഡ് ഹാസ് എ പർപ്പസ് എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന എന്തോ സാധാരണ, ഹി ഹാസ് എ പർപ്പസ്. എന്തോ പർപ്പസ്? ടു സെൻഡ് മീ. എവിടോ പോണം, സ്വർഗത്തിൽ പോകുന്നതല്ല.
കുവൈറ്റിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ട്, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട്. ചിലർ അതിനെ വിളിക്കുന്നത് തന്നെ വാഗ്ദത്ത നാടെന്നാണ്. ഇപ്പോൾ ആ വൊക്കാബുലറി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു ബ്രാക്കറ്റ് പീരീഡിലാണ് സഹോദരൻ. ബ്രാക്കറ്റ് പീരീഡാണ് കുവൈറ്റ്. ഈ ബ്രാക്കറ്റ് പീരീഡ് പൊട്ടിച്ച് ദൈവം, ഞാനത് പറയുന്നില്ല കാരണം അത് പ്രയാസം ഉണ്ടാകണ്ട. നമ്മൾ യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ, എറൈസ് ആൻഡ് ഷൈൻ എന്ന് പറയുമ്പോൾ, കർത്താവ് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു, മാനിക്കാൻ പോകുന്നു. ഈ വൊക്കാബുലറിയാ. യേശു എന്തു പറയും ഈ വാക്കിനോട്? എന്തുവാ ഇവിടെ യേശു പറയുന്നേ? ഉയർച്ചയും മാന്യതയൊക്കെ എന്തുവാന്നുള്ളത് ബൈബിൾ അറിയാത്തത് കൊണ്ട് ആ രീതി പറയുന്നത്. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു വാക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാം. യു നോ ഹൂ ഇസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്? ആണോ? ഇലോൺ മസ്ക് ആണോ? ഐ ഡോണ്ട് നോ. ഓർ വാറൻ ബഫറ്റ്, ഐ തിങ്ക് സോ. വാറൻ ബഫറ്റ് യേശുവിൽ വിശ്വസിച്ചുകൊണ്ടാണോ പൈസ കിട്ടിയേ? വാറൻ ബഫറ്റിന്റെ ഉള്ളിൽ മനുഷ്യരോട് സ്നേഹമുണ്ടോ? 52% of his income is given for philanthropic initiatives, helping the poor. 52%. And his desire is to give 90% or more. എങ്ങനെ ഇത്രയും പൈസ? വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ. യേശുവിനെ ആരാധിക്കേണ്ട ആവശ്യം ഇല്ല പൈസ കിട്ടാൻ. ഒരാമേൻ കേട്ടു, ബാക്കി കാരണം നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനമാണിത്. ഞാൻ വിശ്വസ്തനായിട്ട് നിൽക്കുക, കർത്താവ് എന്നെ മാനിക്കണേ. മാനിക്കപ്പെടാൻ വിശ്വസ്തനായി ആത്മീയതയെ നിൽക്കേണ്ട കാര്യമില്ല. ലൗകികർക്കും മാന്യതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അംബാനി ഒരു വീട് വെച്ചിട്ടുണ്ട്. എത്ര ആസ്തി അതെല്ലാം പോട്ടെ, എത്ര വാഹനങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നറിയാമോ? എനി ഗസ്? 100+ is a very good guess. Around 350 cars. എങ്ങനെയുള്ള കാഴ്സാ? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവിനെ മാനിക്കും, കർത്താവിനെ മാനിക്കും. ഒരു സെക്കൻഡ് ഹാൻഡിൽ നിന്നൊരു ഇതൊക്കെയല്ലേ ദൂത് തന്നെ. മോനെ, നീ പഴയത് ഓടിച്ചുകൊണ്ട് നടക്കേണ്ടവനല്ലെന്ന്. ദുർമോഹവും ലൗകിക മോഹവും ജനിപ്പിക്കുന്ന ദൂതുകളാണ് കൂടുതലും. ഞാൻ പറയുന്നത് ഈ മണ്ടത്തരത്തിൽ ഒന്ന് ചിന്തിച്ചേ. തേണ്ട ഒരു മനുഷ്യൻ യേശുവിനെ അറിയത്തില്ല. 350 വണ്ടി. എന്ത് വണ്ടികളാ? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐറ്റംസ് അല്ല. പല കമ്പനീസും വീട്ടിൽ വന്ന് ചോദിക്കുക, വിച്ച് കളർ ഇന്റീരിയർ ഡു യു വാണ്ട്? കസ്റ്റം മെയ്ഡ് കാർസ് ആണിത്. മോന്റെ കല്യാണം ഈയിടെ നടന്നു. എത്ര രൂപ മുടക്കിയെന്നറിയോ? 500 crores. 500 ആണോ 5,000 ആണോ? 5,000 crores. Can you imagine? നമ്മൾ വല്ല 50 ലക്ഷം രൂപ മുടക്കി കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കരഞ്ഞു കൂവി, ഇത്രത്തോളം എന്നെ മാനിക്കുവാൻ ഞാൻ എന്തുള്ളൂ. നമ്മൾ എന്തോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഈ പൂക്കൾ പാടാൻ വന്ന ആള് വലിയ ഹോള് 3 ലക്ഷം രൂപയായി. ഹോളിന് മാത്രം. ഇങ്ങനെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാ. ഇപ്പൊ ഈ സംഭവം കല്യാണത്തിന് മാത്രമല്ല, ഫ്യൂണറലിന് വരെ വന്നിട്ടുണ്ട്. ഈ പൊങ്ങച്ചം ചില പറയുന്ന ഇങ്ങനൊരു ഫ്യൂണറൽ ഈ ദേശത്ത് നടന്നിട്ടില്ല. ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, 5 കിലോമീറ്റർ. അത് പറയുമ്പോൾ നമ്മളിലാ ഈഗോ, ജഡം അങ്ങ് കയറുവാണ്. നമ്മളേതോ വലിയ ആളാണ്, നമ്മൾ മാനിക്കപ്പെട്ടു, ഞാൻ ഒന്നുമില്ലാതെ ഇറങ്ങിയതാ. കുറച്ചുകൂടെ പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം അങ്ങ് പറയാം. ആ ഇരുദേശത്തിൽ നിന്നും ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ്
സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ വേദശാസ്ത്രം അനുസരിച്ച് എന്തോ വേണം? ഏറ്റവും വലിയൊരു സെറ്റപ്പ്. അപ്പം ലോകത്തിന് എന്തോ മനസ്സിലാവും? ഉപ്പാണെന്ന്, വെളിച്ചമാണെന്ന്. ഇതല്ലേ വേദശാസ്ത്രമായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. സാധാരണ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ വണ്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ യേശുവിൻ്റെ അടുക്ക് വരണം, എൻ്റെ വീടും മതിലും. ഞാൻ പറഞ്ഞല്ലോ, അപ്പച്ചൻ അന്ന് 40 വർഷം മുമ്പ് ഈ ദേശത്തിലെ നന്മ കൊണ്ട് വാങ്ങിച്ച സ്ഥലവും വീടും അതുപോലെ ഇന്നുമുണ്ട്. അപ്പുറത്തെ വീടും പണിഞ്ഞു, ഇപ്പുറത്തെ വീടും പണിഞ്ഞു. ഇത് മാത്രം പണിഞ്ഞിട്ടില്ല. സങ്കടം ഇല്ല, സന്തോഷമേ ഉള്ളൂ. അല്ലാതെ അതൊരു പ്രാർത്ഥനാ വിഷയമല്ല. എല്ലാവരും പൊങ്ങിയല്ലോ മുമ്പോ മേളിലോട്ട്, നമ്മൾ ഇപ്പോഴും നോ, വി ആർ ഗ്ലാഡ് ദാറ്റ് വി കുഡ് സെർവ് ദ ലോർഡ് ഇൻ ദിസ് ജനറേഷൻ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗസ്. താങ്ക് ഗോഡ് ഫോർ ദ ഹൗസ്. അപ്പച്ചൻ ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നു, ഒരു വീട് കയറിക്കിടക്കാനുണ്ട്, താങ്ക് ഗോഡ്. പക്ഷെ എങ്ങനെ അയിരു ദേശക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേശക്കാരോ തിരിച്ചറിയുന്നത് that you are the salt, you are the light? What is God's plan over our lives? സാധാരണ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കും, നമ്മൾ ഡോക്ടർ ആകണം, നമ്മൾ എഞ്ചിനീയർ ആകണം, കുറെ പൈസ ഉണ്ടാക്കണം, നമ്മുടെ ലൈഫ് കാണുമ്പോൾ എല്ലാവരും യേശുവിൽ വിശ്വസിക്കും. ഇത് തെറ്റായ സന്ദേശമാണ്. ഇത് യേശു പറഞ്ഞില്ല, ഇത് യേശു പറഞ്ഞില്ല, യേശു പറയാത്തതാണ്. അതിനാണ് പെട്ടെന്ന് യോസഫിനെയും ദാവീദിനെയും തപ്പി പോകേണ്ടി വരുന്നത്, സങ്കീർത്തനമോ എന്തെങ്കിലും. യേശുവിലൂടെ ബൈബിൾ വായിക്കാൻ നമ്മൾ ശീലിച്ചില്ല എങ്കിൽ we will end up in a false spirituality, fake spirituality, superficial spirituality, one without any depth into Jesus. ഇതേ ബൈബിൾ വായിച്ചുകൊണ്ട് we can end up in superficial, convenient, pseudo spirituality. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത്, യേശു എന്താ ഉദ്ദേശിക്കുന്നത്? റൈസ് ആൻഡ് ഷൈൻ. ഹൗ ക്യാൻ യു ഷൈൻ? ഹൗ ക്യാൻ ഐ ഷൈൻ? സോൾട്ടിന്റെ ഉപയോഗം. ഞാൻ കൊച്ചിലേ മുതലേ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയണോ എന്നോട്, ഇത് പുതിയൊരു ആശയമല്ല. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ ഉപ്പിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുക. സോൾട്ട് മീൻസ് വാട്ട്? ക്യാൻ യു റെസ്പോണ്ട് ആൻഡ് സ്പീക്ക് ഔട്ട്? What is our idea of salt? Salt, what does it do? Taste. ഇപ്പോൾ ഒട്ടുമിക്ക നാട്ടിലെ വീട്ടിൽ, ഇവിടെ അധികം അങ്ങനെ കാണാറില്ല, നാട്ടിലെ വീട്ടിലൊക്കെ പഴയ കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ കല്ലുപ്പ്, പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് ഒരു 2-3 കുപ്പി കാണും. ഒരു അച്ചാർ കുപ്പി, ഒരു ഉപ്പിൻ്റെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പാത്രം, ഇങ്ങനെ ഒരു സംഭവം അല്ലേ. പഴയ അപ്പച്ചന്മാരൊക്കെ ഒന്ന് സ്പ്രേ അടിക്കും ഇങ്ങനെ ഒന്ന്. അപ്പോൾ ഉപ്പെന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ സീസണിങ്, ടേസ്റ്റി. അപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ എൻ്റെ ലൈഫ് കൊണ്ട് മറ്റുള്ളവർക്ക് ടേസ്റ്റ് വരുന്നത്. എങ്ങനെ ഞാൻ ഹല്ലേലൂയ പറയുമ്പോഴാണോ, ഞാൻ സ്തുതിക്കുമ്പോഴാണോ, ആരാധിക്കുമ്പോഴാണോ, എപ്പോഴാ എനിക്ക് എങ്ങനെ ഇതാകാൻ ഒക്കും? ദാറ്റ് ഈസ് സ്റ്റിൽ എ മാറ്റർ ടു ബി എക്സ്പ്ലോർഡ്. അത് മാത്രമല്ല ഉപ്പിൻ്റെ ഉപയോഗം. വേറെ എന്തോ ഉപ്പിൻ്റെ ഉപയോഗം? പ്രിസർവ്. ഇപ്പം പഴയ കാലത്തൊക്കെ, ഫ്രിഡ്ജ് ഇല്ലാത്ത കാലത്ത്, ഇപ്പം മത്സ്യമാണേലും ഒക്കെ ഉപ്പ് പ്രിസർവ്സ്. കർത്താവിന് നമ്മളെ കൊണ്ട് ഉദ്ദേശം, യു ഹാവ് ടു പ്രിസർവ് ദ സൊസൈറ്റി ഫ്രം ഡീക്കേ, ഫ്രം സ്റ്റിങ്കിങ് ഇൻഫ്ലുവൻസസ്. I am God's light, arise and shine. You are the salt. You have to preserve. Just like Jesus fought against injustice, just like Jesus raised his voice against all kinds of weird things that people practiced, oppressive spirits. യേശു പറഞ്ഞേ, I am coming to set the captives free. സമൂഹത്തിൽ ഉപ്പാകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രിസർവേഷൻ ഉണ്ട്. യെസ്. പക്ഷേ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാ? ഒരു വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. The meaning of a verse comes from its context. Yes, it's all about becoming a tasty agent for God. Correct.
God wants us to preserve society, correct. പക്ഷേ അതിനപ്പുറമായ ഒരു കാര്യമുണ്ട്. അപ്പുറമായിട്ടുള്ള കാര്യം മനസ്സിലാകണമെങ്കിൽ എന്തു പറഞ്ഞിട്ടാണ് ഇത് പറയുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. 5:13 പറയുന്നതിന് തൊട്ട് മുമ്പ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കിക്കേ. 5:11-12 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം: സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന അടുത്ത വാക്ക്, യെസ്, ലുക്ക് അറ്റ് ദാറ്റ് വേഴ്സ് ഇൻ 5:12. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. എന്തോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഉപ്പിന് മൂന്നാമതൊരു ഉപയോഗമുണ്ട്. ടേസ്റ്റ് മാത്രമല്ല, പ്രിസർവേഷൻ മാത്രമല്ല, ഇറ്റ് പ്യൂരിഫൈസ്. പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. കാലയിൽ വല്ലം പഴുപ്പും മുറിവും ഉണ്ടെങ്കിൽ ഈ ഉപ്പിട്ട് അങ്ങോട്ട് തേച്ചൊരു പിടിയുണ്ട്. ഈ ഡൈനിങ് ടേബിളിന്റെ മേളിലിരിക്കുന്ന ഉപ്പ് നല്ല രുചിയായിരുന്നു. ഈ ഉപ്പ് താഴോട്ട് പോയാലോ നിലവിളിച്ച് തുള്ളിച്ചാടും. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അർത്ഥം, യേശു ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ പ്രവാചകരാണ്. യു ആർ prophets. All of you seated here. അയ്യോ പാസ്റ്റർ, എനിക്ക് അറിയത്തില്ല പ്രവചനം പറയാൻ. അത് അടുത്ത പ്രശ്നമാണ്, നമ്മുടെ ഇടയിലെ പ്രശ്നം. ആരാ പ്രവാചകനെന്ന് ചോദിച്ചാൽ ഭാവി പറയുന്നവനെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. Who is a true prophet? There is something called foretelling and something called forthtelling. ഫോർടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് എന്തോ നടക്കും, 1 വർഷം കഴിഞ്ഞ് എന്തോ നടക്കും. അതൊരു മൈനർ തിങ് ആണ് ബൈബിളിലെ, സ്പെഷ്യലി ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ആരും പേഴ്സണലായിട്ട് ഞാൻ എവിടെ പോവും പാസ്റ്റർ എന്ന് പറയണേ. ഫോർടെല്ലിംഗ് ബൈബിളിലെ ബിബ്ലിക്കൽ പ്രോഫസിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫോർത്ത് ടെല്ലിംഗ് ആണ്. എന്താ ഫോർത്ത് ടെല്ലിംഗ്? സ്പീക്കിംഗ് ദ ട്രൂത്ത് വിത്തൗട്ട് കോംപ്രമൈസ്. വുഡ് പീപ്പിൾ ലവ് ഇറ്റ്? പീപ്പിൾ വോണ്ട് ലവ് ഇറ്റ്. അപ്പം മനുഷ്യർ പ്രവാചകന്മാരെ ഉപദ്രവിച്ചതുപോലെ എന്തോ ചെയ്യും? ഉപദ്രവിക്കും. അതാണ് 5:12 വാക്യത്തിൽ നിങ്ങളെ മനുഷ്യർ ഉപദ്രവിക്കാൻ പോവാ. യേശു പറയുക, God has a call over your life എന്ന് പറഞ്ഞാൽ what is this call? The call is to speak the truth, to live the truth, to live a counter-cultural Christian life. Value system different, priorities different, attitudes different, ambitions different, desires different. ആ ഒരാള് മറ്റുള്ളവരോട് സംസാരിക്കുമ്പം കേൾക്കുന്ന ആൾക്ക് എന്തോ തോന്നുന്നത്? നല്ല രുചി തോന്നുന്നു. ഇപ്പം ഈ വ്യക്തിയോട് എപ്പോൾ സംസാരിക്കാലും എനിക്കെന്തോ എൻ്റെ മുറിവങ്ങ് എരിയുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ ചോക്കട്ടെ, വെളിച്ചം നല്ല കാര്യമാണ്. വെളിച്ചത്തിലെ ജീവൻ ഉണ്ടാകത്തുള്ളൂ. ലൈറ്റ് ഈസ് എ പ്രീ റിക്വിസിറ്റ് ഫോർ ലൈഫ് ടു എക്സിസ്റ്റ്. That's why God created light and then life. Without light there is no life. പക്ഷേ ലൈറ്റ് എന്നുള്ളത് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ? യോഹന്നാൻ 3 പറയുന്നത് പീപ്പിൾ ലവ്ഡ് ഡാർക്ക്നെസ്. കാരണം എന്താ? their deeds were evil. ലൈറ്റ് എന്തോ ചെയ്യും? ഇറ്റ് എക്സ്പോസസ്. അയ്യോ, ഇവിടെ ഒന്നും അധികം ഇല്ല അത്രയും, പക്ഷെ നാട്ടിലുണ്ട് കൂടുതൽ. ഞാൻ എൻ്റെ പപ്പായുടെ കൂടെ കുമ്പനാട് ആയിരിക്കുമ്പം ഞങ്ങൾ ഇടയ്ക്ക് വിസിറ്റിങ്ങിനുമൊക്കെ അവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഇങ്ങനെ വല്ല വീട്ടിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ രാത്രിയിൽ
ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ ഒരു വീട്ടിലോട്ട്, നമ്മൾ ചർച്ചിലെ ഒരു വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം വണ്ടി വന്ന് നിൽക്കുന്നു, അകത്ത് കേർട്ടൻ്റെ സൈഡിൽ കൂടെ കാണാം ഓട്ടമാണ്, ഇങ്ങനെ ഓട്ടം. എന്തോ ഓട്ടം ചോദിച്ചാൽ പാസ്റ്റർ വന്നു ഇങ്ങനെ ഒരു വാര ഒരു സൈഡിലോട്ട് അല്ലേ. കഴിച്ചുകൊണ്ടിരുന്നത് കാണും, ഊരിയിട്ട ഡ്രസ്സ് കാണും, അവിടെ കിടക്കുന്ന പിള്ളേരുടെ ടോയ്സ് കാണും. 2 minutes കൊണ്ട് ശരിക്കും സാമർഥ്യമുള്ളവരെ അപ്പം അറിയാം. ഇൻ 2 minutes ആ മുറി അങ്ങോട്ട് ക്ലീനായി. ആ പോകുന്ന വഴി ഒരു ശബ്ദം കൂടെ കേൾക്കാം, എയർ ഫ്രഷ്നർ കൂടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു 5 minute ഇറ്റ്സ് റെഡി. ബട്ട് വി ക്യാൻ സീ ദ കൊമോഷൻ. പക്ഷെ അപ്പം അങ്ങോട്ട് ഇറങ്ങി നമ്മൾ പറയുക, വാണ്ട് ടു യൂസ് ദ വാഷ്റൂം. അപ്പോൾ ഒരു പ്രശ്നമാണ് പിന്നെ, പ്രത്യേകിച്ച് വാഷ്റൂം ബെഡ്റൂമിലാണെങ്കിൽ. കാരണം ഈ തള്ളിയ സാധനം എല്ലാം ബെഡ്റൂമിൽ കിടക്കുക. ഇതിന്റെ മണ്ടേ കൂടെ വേണം ഇനി ചാടിപ്പോവാൻ. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർ എന്തോ ചെയ്യുമെന്നറിയാം, ബെഡ്റൂമിലെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും, വാഷ്റൂമിലെ ലൈറ്റ് ഇടും. ഈ സൈഡിൽ കൂടി ഇങ്ങനെ നമ്മൾ തപ്പി അങ്ങോട്ട് കയറണം. അപ്പം നമുക്കറിയാമല്ലോ ലൈറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇത് ഇട്ടാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. ദൈവത്തിന് നിങ്ങൾ ആരാകണമെന്നാ? ലൈറ്റ്. നിങ്ങൾ